പ്രിയമുള്ളവരെ, സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം പിണറായി വിജയൻ വീണ്ടും പൊതുവേദികളിലേക്ക് എത്തുന്നു. കണ്ണൂരിൽ 2 പൊതുപരിപാടികളിലാണ് ഇന്ന് പിണറായി വിജയൻ പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇതുവരെ പരസ്യ പ്രതികരണം നടത്താത്ത പിണറായി ഇന്ന് മൗനം വെടിയുമോ എന്നതാണ് ആകാംക്ഷ. തോൽവി വിലയിരുത്താൻ ചേരുന്ന നേതൃയോഗങ്ങളിൽ പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടിയാണ്. സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് തീരുമാനം വന്നു. ഇതുവരെയും പ്രതികരണമില്ല. തോൽവിയെക്കുറിച്ചൊരു വാക്കുപോലും പിണറായി വിജയൻ സംസാരിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് പിണറായി മൗനം വെടിയുമോ? ഡോക്ടർ, തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനമായ ഒരു ആകാംക്ഷ. കാരണം മെയ് 4-ന് തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ഇന്നിപ്പോൾ മെയ് 19-ആണ്. 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതായത് 2 ആഴ്ച പിന്നിടുന്ന ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഈ തിരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് ഒരു പ്രതികരണവും അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഫേസ്ബുക്കിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ചിട്ടുള്ള ഒരു കുറിപ്പ് ഇട്ടതല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ പിണറായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ യോഗം മുതൽ താഴേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളും എല്ലാം തന്നെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കമ്മിറ്റികളിലെല്ലാം തന്നെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ എന്തായിരിക്കും പിണറായിയുടെ പ്രതികരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇന്നിപ്പോൾ 2 പരിപാടികളിലാണ് കണ്ണൂരിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്നത്. ഒന്ന് ഒരു CPM-ന്റെ നെടിയേങ്ങ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിലാണ്. മറ്റൊന്ന് EK മൈനാർ അനുസ്മരണത്തിലാണ്. സ്വാഭാവികമായും ഈ 2 പരിപാടികളും രാഷ്ട്രീയ പരിപാടികൾ എന്ന രീതിയിൽ തന്നെ വിലയിരുത്തപ്പെടുന്ന പരിപാടികളാണ്. രാഷ്ട്രീയപരമായ മറുപടികളും പ്രതികരണങ്ങളും ഒക്കെ സാധാരണ രീതിയിൽ പിണറായി വിജയൻ നടത്താറുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം രാഷ്ട്രീയ പരിപാടികൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്താറുള്ളതാണ്. ഇന്നിപ്പോൾ ഈ 2 പരിപാടികളും രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുന്ന വേദികളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വേദികളിൽ അദ്ദേഹം ഏത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് പ്രതികരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആകാംക്ഷയായി നിൽക്കുന്നത്. നമ്മളും കാത്തിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി. ഡോക്ടർ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പരാജയം കഴിഞ്ഞ് ഇതുവരെയും ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പരാജയത്തെക്കുറിച്ച് പൊതുജനങ്ങളോട് ഒന്നും തന്നെ വിശദീകരിച്ചിട്ടില്ല. സ്റ്റാലിനാണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഇറക്കി പരാജയത്തിൻ്റെ കാരണം അത് പുറത്ത് തിരയേണ്ട, അത് ഉള്ളിൽ തന്നെയാണ് തിരയേണ്ടത്, ഞങ്ങൾ ശക്തമായി തിരിച്ചു വരും എന്ന ആത്മവിശ്വാസമൊക്കെ അണികൾക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ നിമിഷം വരെയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തൻ്റെ സർക്കാരിൻ്റെ പരാജയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പൊതുജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു നേതാവെന്ന നിലയിൽ വിജയം മാത്രമല്ല, പരാജയം വരുന്ന സമയത്ത് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജനങ്ങളുടെ മുന്നിൽ വന്ന് അതിന് മറുപടി പറയാൻ കൂടി ബാധ്യസ്ഥനാണ് എന്നതാണ്. മാധ്യമങ്ങളോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എല്ലാം പാർട്ടി സെക്രട്ടറി പറയും എന്നാണ് ഡൽഹിയിൽ പറഞ്ഞത്. അത് പോരാ. മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിന്റെ ചുമതലയായിരുന്നു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, പാർട്ടി വിശ്വാസമേൽപ്പിച്ച് പ്രചരണം നയിച്ചയാളാണ്. ജനങ്ങളോട് 4 വാക്കു പറയണം. എന്താണ് പരാജയപ്പെടാൻ കാരണം എന്നുള്ള ബോധ്യം കൃത്യമായി ജനങ്ങളുമായി പങ്കുവെക്കുകയും വേണം. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റുകളിലെല്ലാം രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും ഒക്കെ ഉയരുന്നത്.